നമുക്ക് നല്ല പരിചയമുള്ള ഒരു അങ്ങാടിയിലേക്ക്, ഒരുപാട് ആളുകളുള്ള ഒരു അങ്ങാടിയിലേക്ക് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. പക്ഷെ അവിടെയുള്ള ആളുകൾ ആരും നമ്മളെ തിരിച്ചറിയുന്നില്ല, ആരും നമ്മളോട് പ്രതികരിക്കുന്നില്ല, മിണ്ടുന്നില്ല, ഒന്ന് നോക്കുന്നു പോലുമില്ല. ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പള്ളിയിലേക്ക് നമ്മൾ ആവേശത്തോടെ കയറി ചെല്ലുകയാണ്, സലാം ചൊല്ലിക്കൊണ്ട് അസ്സലാമു അലൈക്കും. പക്ഷെ ആരും നമ്മുടെ സലാം മടക്കുന്നില്ല, ആരും നമ്മളെ തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. നമ്മളങ്ങനെ ഒരാൾ അവിടെ ഉള്ളത് ആരും അറിയുന്നില്ല. നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടിലുള്ള ആളുകൾ അവർ നമ്മളോട് മിണ്ടുന്നില്ല, നമ്മളോട് സഹകരിക്കുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആരും മിണ്ടാതെ, പ്രതികരിക്കാതെ, പുഞ്ചിരിക്കാതെ, സലാം മടക്കാതെ, ഒന്ന് നോക്ക പോലും ചെയ്യാതെ. നമ്മൾ ചിലപ്പോൾ ചില സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ ഇതിനോട് തുല്യമായിട്ടുള്ള ചില അവസ്ഥകളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതൊരു സ്വപ്നം ആയിരുന്നില്ല. പ്രവാചകൻ്റെ കാലത്ത് ഒരു സ്വഹാബിക്ക് സംഭവിച്ച ഒരു യഥാർത്ഥ സംഭവം ആയിരുന്നു. ഈ ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ഈ ഒരു സംഭവം നടക്കുന്നത് AD 630 തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പരിശുദ്ധ പ്രവാചകൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു സൈനിക നീക്കമാണ് തബൂക്ക് ദൗത്യം. ഇത് സംഭവിക്കുന്നത് ഈ മക്കം ഫതഹൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. തായിഫ്, ഹുനൈൻ പോലെയുള്ള യുദ്ധങ്ങൾക്കൊക്കെ ശേഷമാണ്. ഈ ബൈസന്റൈൻ സാമ്രാജ്യം മുസ്ലിങ്ങൾക്കെതിരെ നീക്കം നടത്തുന്നുണ്ട് എന്നറിഞ്ഞതിൻ്റെ പിന്നാലെ ഒരു സൈനിക നീക്കം, ഒരു പര്യടനം പരിശുദ്ധ പ്രവാചകൻ അങ്ങനെ തീരുമാനിക്കുകയായിരുന്നു. പരിശുദ്ധ പ്രവാചകൻ ഓരോ യുദ്ധത്തിനും മുസ്ലിങ്ങളെ പറഞ്ഞ് വിടുമ്പോൾ ഈ യുദ്ധത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങളൊന്നും കൂടുതലായിട്ട് അവിടുന്ന് പറഞ്ഞ് കൊടുക്കാറില്ല. ഇന്ന ദൗത്യത്തിന് വേണ്ടി ഇന്ന ആളുടെ നേതൃത്വത്തിൽ തയ്യാറെടുത്തുകൊണ്ട് പോവുക എന്ന് പറയും, അത്രമാത്രം. ഈ തബൂക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് പതിവിന് വിപരീതമായിക്കൊണ്ട് പരിശുദ്ധ പ്രവാചകൻ യുദ്ധത്തെക്കുറിച്ചുള്ള കുറേ വിവരണങ്ങൾ വളരെ നേരത്തെ തന്നെ മുസ്ലിങ്ങളെ അറിയിക്കുന്നുണ്ട്, സ്വഹാബാക്കളെ അറിയിക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൻ്റെ അവസ്ഥയും വിശദാംശങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൊടും മരുഭൂമിയുടെ നടുക്ക് വെച്ചിട്ടാണ് ഈ യുദ്ധം സംഭവിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ തയ്യാറായിട്ടിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ പരിശുദ്ധ പ്രവാചകൻ അവർക്ക് സന്ദേശം കൊടുക്കുന്നുണ്ട്. സാധാരണ തരത്തിലുള്ള യുദ്ധപ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വഹാബാക്കൾ വളരെ ഉത്സാഹത്തോടു കൂടി വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തിട്ട് അതിനായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യാറ്. പ്രധാനമായും 2 കൂട്ടം ആളുകളാണ് ഇത്തരം യുദ്ധങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാറ് പതിവുണ്ടായിരുന്നത്. അതിലൊരു കൂട്ടം എന്ന് പറയുന്നത് അവർ മുനാഫിക്കുകൾ, ഈ കപട വിശ്വാസികളെന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെടുന്ന ആളുകളാണ്. അവരെന്തെങ്കിലുമൊക്കെ നമ്പർ അടിച്ചിട്ട് അങ്ങനെ ഈ യുദ്ധത്തിന് പോകാതെ മാറി നിൽക്കാറ് പതിവാണ്. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാരണം ഉണ്ടാകും. വാർദ്ധക്യം ബാധിച്ച ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെ പരിചരിക്കേണ്ട ചില കാരണങ്ങളുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളാണ് പിന്നീട് യുദ്ധത്തിന് പോകാതിരിക്കുന്നത്. ഈ 2 കൂട്ടത്തിലും പെടാതെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന ഒരു സ്വഹാബിയെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. കാബ് ബിൻ മാലിക്. കാബ് ബിൻ മാലിക്കിനെ സംബന്ധിച്ചിടത്തോളം കാബിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സമയത്താണ് തബൂക്ക് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഏറ്റവും സുദൃഢമായിട്ടുള്ള ഒരു സമയത്താണ് പരിശുദ്ധ പ്രവാചകൻ തബൂക്ക് യുദ്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ തബൂക്ക് സൈനിക നീക്കത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നത്. കാബ് ബിൻ മാലിക് ഈ ഒരു യുദ്ധത്തിൻ്റെ വാർത്ത അറിഞ്ഞപ്പോൾ വിചാരിച്ചു, ദിവസങ്ങളുണ്ടല്ലോ, സമയമുണ്ടല്ലോ, തയ്യാറെടുക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ ആ സമയമാകുമ്പോൾക്ക് ചെയ്ത് തീർക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ അങ്ങനെ നിന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 3 ദിവസം മാത്രം ബാക്കി ഉണ്ടായിരുന്ന സമയത്ത് കാബ് വിചാരിച്ചു, ഇനി 3 ദിവസം ഉണ്ടല്ലോ, തയ്യാറെടുക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്യാം, സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒന്നും ചെയ്യാതെ അങ്ങനെ നിന്നു. യുദ്ധത്തിന് പോകേണ്ട തലേ ദിവസം കാബ് വിചാരിച്ചു, എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും തയ്യാറാകാനൊന്നുമില്ല, 2 ഒട്ടകങ്ങൾ ആവശ്യത്തിനുണ്ട്, യാത്രക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാണ്, ഇനി പ്രത്യേകിച്ചൊരു തയ്യാറെടുപ്പിൻ്റെ ആവശ്യമില്ല, ആ സമയത്ത് ഒരുങ്ങി അങ്ങോട്ട് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് തലേ ദിവസവും കാബ് പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും ചെയ്തില്ല. അങ്ങനെ യുദ്ധത്തിൻ്റെ ദിവസമായപ്പോൾ കാബ് ബിൻ മാലിക് നോക്കിയപ്പോൾ സ്വഹാബാക്കൾ ഇങ്ങനെ ഉത്സാഹത്തോട് കൂടിയിട്ട് കൂട്ടമായിട്ട് ഇങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ട് പോവുകയാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ പോവുകയാണ്. കാബ് വിചാരിച്ചു, ഈ കൂട്ടത്തിൽ ഞാൻ പോയില്ലെങ്കിലും പരിശുദ്ധ പ്രവാചകനെന്ന് അത് അറിയാനൊന്നും പോണില്ല. കാരണം അത്രയും ആളുകൾ കയറി പോകുന്നതല്ലേ, 10-30,000 ആളുകൾ പങ്കെടുത്ത ഒരു സൈനിക നീക്കമായിരുന്നു തബൂക്ക് യുദ്ധം, തബൂക്ക് സൈനിക നീക്കം.
കാബ് വിചാരിച്ചു ഞാൻ പോയില്ലെങ്കിലും പരിശുദ്ധ പ്രവാചകനെ അറിയാനൊന്നും പോണില്ല എന്ന് വിചാരിച്ചിട്ട് കാബ് പോകാതെ മാറി നിന്നു. തബൂക്ക് മൈതാനിയിൽ വെച്ച് പരിശുദ്ധ പ്രവാചകൻ പേരെടുത്ത് ചോദിക്കുന്ന ഒരേ ഒരു വ്യക്തി അത് കാബ് ബിൻ മാലിക് മാത്രമായിരുന്നു. പരിശുദ്ധ പ്രവാചകൻ ചോദിച്ചു, കാബ് ബിൻ മാലിക് എവിടെ? കാബ് ബിൻ മാലിക്കിനെ കാണാനില്ലല്ലോ, അവൻ എവിടെ എന്ന് ചോദിച്ചു. ബനു സലമ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. അവർ പറഞ്ഞു, കാബ് ഇപ്പോൾ പഴയമായിരുന്നില്ല, അവൻ വലിയ ആളായി, അവൻ വലിയ പണക്കാരനാണ്, അവനിപ്പോൾ ഇങ്ങനെ യുദ്ധത്തിനൊന്നും വരേണ്ട കാര്യമില്ല, അവൻ യുദ്ധത്തിനൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാബ് ബിൻ മാലിക്കിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയാൻ തുടങ്ങി. കൂട്ടത്തിൽ നിന്ന് മറ്റൊരു സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാബിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്, ഇന്നേ വരെ ഒരു കാര്യത്തിനും കാബ് ബിൻ മാലിക് സഹകരിക്കാതിരുന്നിട്ടില്ല, ഇത് അവൻ എന്തെങ്കിലും കാരണം ഉണ്ടായി കാണും, അല്ലാതെ അവനെ വിട്ടുമാറി നിൽക്കില്ല എന്നും പറഞ്ഞിട്ട് കാബിൻ്റെ ഭാഗം ചേർന്ന് അങ്ങനെ പറഞ്ഞു. പരിശുദ്ധ പ്രവാചകൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, അങ്ങനെ മൗനം അവലംബിച്ച് അങ്ങനെ മിണ്ടാതെ ഇരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 10-20 ദിവസത്തോളം ഇവർ തബൂക്കിലുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സൈനിക നീക്കത്തിന് ശേഷം സഹാബാക്കളും പരിശുദ്ധ പ്രവാചകനും അങ്ങനെ മദീനത്തേക്ക് മടങ്ങി വരികയാണ്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ കാബിന് പേടിയാവാൻ തുടങ്ങി. കാബ് ചുറ്റും നോക്കിയപ്പോൾ ഈ യുദ്ധത്തിൽ നിന്ന് മാറി നിന്നവർ രണ്ട് കൂട്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കപടവിശ്വാസികൾ എന്ന് മുദ്ര കുത്തപ്പെട്ട അക്കൂട്ടർ, മറ്റൊന്ന് വാർദ്ധക്യം ബാധിച്ചിട്ടോ അല്ലെങ്കിൽ രോഗം ബാധിച്ചിട്ടോ ഒരു നിലക്കും യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു പറ്റം ആളുകൾ. ഇതിൽ രണ്ടിനും പെടാത്ത ആളുകൾ ആയിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. കാബിന് പേടിയാവാൻ തുടങ്ങി. പരിശുദ്ധ പ്രവാചകൻ വന്ന് ചോദിച്ചാൽ ഇനി എന്താ പറയുക, എങ്ങനെയാണ് പറയേണ്ടത്, എന്ത് കാരണമാണ് പറയുക എന്നുള്ള രീതിയിൽ കാബ് പേടിക്കാൻ തുടങ്ങി. അങ്ങനെ പരിശുദ്ധ പ്രവാചകൻ തിരിച്ചു വന്നു. ഈ പരിശുദ്ധ പ്രവാചകൻ തിരിച്ച് ഇങ്ങനെ വലിയ യാത്രക്കൊക്കെ പോയി തിരിച്ചു വന്ന് ആദ്യം ചെയ്യുന്നൊരു പരിപാടി എന്താ വെച്ചാൽ നേരെ പള്ളിയിൽ കയറിയിട്ട് നമസ്കരിക്കും. അങ്ങനെ വിശുദ്ധ പ്രവാചകൻ മദീനത്ത് വന്ന് അങ്ങനെ പള്ളിയിൽ കയറി നമസ്കരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ അവർ വരിയായിട്ട് പരിശുദ്ധ പ്രവാചകൻ്റെ അടുത്തേക്ക് വന്ന് കാരണം ബോധിപ്പിക്കാൻ വരാൻ വേണ്ടി തുടങ്ങി. ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെ കാരണം പറയും, എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, വീട്ടിലാരെങ്കിലും മരിച്ചതായിട്ട് പറയും, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് അസുഖം ഉണ്ടായിരുന്നു അതുകൊണ്ട് യുദ്ധത്തിന് വരാൻ പറ്റിയില്ല. അപ്പോൾ പരിശുദ്ധ പ്രവാചകൻ പറയും, അള്ളാഹ് പുറത്ത് തരട്ടെ, അള്ളാഹ് സലാമത്താക്കട്ടെ, പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ ക്ഷമിച്ച് വിടും. എല്ലാവരുടെയും കാരണങ്ങൾ കേൾക്കും. അങ്ങനെ കാബ് ബിൻ മാലിക്കിൻ്റെ ഊഴായി. ഒരു ദൂരത്ത് നിന്ന് തന്നെ കാബ് ഉറക്കെ പരിശുദ്ധ പ്രവാചകനോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ റസൂൽ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് സലാം പറഞ്ഞു. പരിശുദ്ധ പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് സലാം മടക്കി. കാബ് ബിൻ മാലിക് പറയുന്നത് ആ ഒരു പുഞ്ചിരി അത് പ്രവാചകൻ്റെ സാധാരണ രീതിയിലുള്ള ഒരു പുഞ്ചിരി ആയിരുന്നില്ല, അതൊരു ദേഷ്യക്കാരൻ്റെ പുഞ്ചിരി ആയിരുന്നു എന്നാണ്. പ്രവാചകർ കാബിനടുത്തേക്ക് വിളിച്ചു ചോദിച്ചു, നീ നിനക്കെന്താ വണ്ടി കിട്ടിയില്ലേ, നിനക്കെന്താ വാഹനം ഉണ്ടായിരുന്നില്ലേ, യുദ്ധത്തിന് പങ്കെടുക്കാൻ വേണ്ടി വരാൻ നിനക്ക് വാഹനം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. കാബ് പറഞ്ഞു, ആകാശത്തിന് താഴെയുള്ള എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് പ്രവാചകനെ വിശ്വസിപ്പിക്കാൻ എനിക്ക് സാധിക്കും, പക്ഷേ ഒരു കള്ളം ഇപ്പോൾ പറഞ്ഞ് പ്രവാചകൻ്റെ പ്രീതി പിടിച്ചുപറ്റി പിന്നീട് ദേഷ്യം ഉണ്ടാകുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം ഇപ്പോൾ ഇത്തിരി ദേഷ്യമുണ്ടായാലും പിന്നീട് സ്ഥിരമായിട്ടുള്ള ആ പ്രീതി എൻ്റെ മേൽ ഉണ്ടാവുന്നതിലാണ്, അതിലാണ് എനിക്ക് താല്പര്യം. ഇപ്പോൾ ഇത്തിരി ദേഷ്യം തോന്നിയാലും പിന്നീട് ഈ പ്രീതി സദാ എൻ്റെ മേലുണ്ടാകുന്നതിലാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു. വിശുദ്ധ പ്രവാചകൻ സഹാബാക്കളുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞു. ശേഷം കാബിനോടായിട്ട് പറഞ്ഞു, നിൻ്റെ കാര്യം ഇനി റബ്ബ് തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞ് കാബിനോട് പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. കാബ് അവിടെ നിന്ന് മാറിയപ്പോൾ ഈ ബനു സലമയിൽപ്പെട്ട കുറച്ച് ആളുകൾ കാബിൻ്റെ കൂടെ കൂടിയിട്ട് ചോദിച്ചു, നിനക്കിത് എന്തിൻ്റെ കേടാണ്, നിനക്ക് ഒരു ചെറിയ കള്ളം പറയുകയായിരുന്നെങ്കിൽ ആ ഒരു സംഭവം അവിടെ അവസാനിച്ചേനെ, ഇത് വെറുതെ നീ പ്രവാചകനെ ദേഷ്യം പിടിപ്പിച്ചു, നീ എന്തിനാ ഇങ്ങനെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കാബിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നീ ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ മതിയായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാബിൻ്റെ അടുത്ത് ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ തുടങ്ങി. എത്രത്തോളം എന്നാൽ കാബ് പറയുന്നത്, എനിക്ക് തിരിച്ച് പ്രവാചകരുടെ അടുത്ത് പോയിട്ട് മാറ്റി ഒരു കള്ളം പറഞ്ഞു പോന്നാലോ എന്ന് വരെ ചിന്തിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും കാബ് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അന്ന് രാത്രി പരിശുദ്ധ പ്രവാചകൻ ഒരു പൊതു സന്ദേശം മുസ്ലിങ്ങളുടെ ഇടയിൽ പറഞ്ഞു വിടുകയാണ്. അതായത് കാബ് ബിൻ മാലിക്കുമായിട്ട് ഇനി മുസ്ലിങ്ങളാരും മിണ്ടാൻ പാടില്ല, ഒരു തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു വിടുകയാണ്. കാബ് ബിൻ മാലിക് ഇത് അറിഞ്ഞപ്പോൾ ആ കൂടി ഞെട്ടിപ്പോയി. ഇതെന്താ സംഭവം? ഒരാളും ഒരു നിലക്കും കാബ് ബിൻ മാലിക്കുമായിട്ടുള്ള ഒരു രീതിയിലുള്ള സമ്പർക്കവും പാടില്ല, മിണ്ടാനും പാടില്ല.
പിറ്റേ ദിവസം കാബ് നേരത്തെ പള്ളിയിലേക്ക് കയറി ചെന്നു. അവിടെ അങ്ങനെ സ്വഹാബാക്കൾ നിറഞ്ഞു നിൽക്കുകയാണ്. കാബ് നേരെ ചെന്ന് അവരോടായിട്ട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഒറ്റ ആൾ പോലും കാബിനോട് സലാം മടക്കിയില്ല. ഒരാളും അങ്ങനെ ഒരാളവിടെ വന്ന രീതിയിൽ ഒരാളും പ്രതികരിച്ചില്ല, നോക്കുന്നു പോലുമില്ല. തനിക്ക് പരിചയമുള്ള അടുത്തറിയാവുന്ന ആളുകളുള്ള അങ്ങാടിയിലേക്ക് കാബ് കയറി ചെല്ലുകയാണ്. അവിടെയുള്ള ആളുകളോട് മുഖത്ത് പോയിട്ട് സലാം പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും. പക്ഷെ ഒരാളും കാബിനോട് മിണ്ടണില്ല, നോക്കുന്നില്ല, കാബിനേറ്റ് കച്ചവടത്തിൽ ഏർപ്പെടുന്നില്ല, ഒരു നിലക്കും കാബിനേറ്റ് പ്രതികരിക്കുന്നില്ല. കാബിന് ഭയങ്കര ആശ്ചര്യം തോന്നി, എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഒരാളും കാബിനോട് മിണ്ടുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കാബ് ബിൻ മാലിക് ഓരോ ദിവസവും ഉത്സാഹത്തോടു കൂടി പള്ളിയിലേക്ക് കയറി ചെല്ലും. അവിടെയുള്ള ആളുകളോട്, മുസ്ലിങ്ങളോട് സലാം ചെല്ലും, അസ്സലാമു അലൈക്കും. ആരെങ്കിലും മടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അവരെ മുന്നിൽ പോയിട്ട് അവരെ മുഖം ഉരസിക്കൊണ്ട് പോയിട്ട് സലാം പറയും. പക്ഷെ അവർ തിരിഞ്ഞു പോകും. ഒരാളും കാബിനോട് പ്രതികരിക്കണില്ല, ഒന്നും നോക്കുന്നു പോലുമില്ല. പരിശുദ്ധ പ്രവാചകൻ പോലും നോക്കണില്ല. പരിശുദ്ധ പ്രവാചകൻ്റെ മുന്നിൽ പോയിട്ട് കാബ് സലാം ചെല്ലും, അസ്സലാമു അലൈക യാ റസൂൽ അല്ലാഹ്. ആ ചുണ്ടൊന്ന് അനങ്ങിയിരുന്നെങ്കിൽ എന്ന് കാബ് പ്രത്യാശിക്കും, ആഗ്രഹിക്കും. പക്ഷേ പരിശുദ്ധ പ്രവാചകൻ തിരിഞ്ഞു കളയും, സലാം മടക്കുന്നില്ല. മുമ്പൊക്കെ കാബ് ബിൻ മാലിക് നമസ്കരിക്കുന്നത് വാത്സല്യത്തോടുകൂടി പരിശുദ്ധ പ്രവാചകൻ നോക്കി നിൽക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കാബ് ബിൻ മാലിക് നമസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടിക്കഴിഞ്ഞാൽ പരിശുദ്ധ പ്രവാചകൻ ഇങ്ങനെ വാത്സല്യത്തോടെ നോക്കും. അങ്ങനെ പരിശുദ്ധ പ്രവാചകൻ്റെ നോട്ടം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാബ് ബിൻ മാലിക് നേരെ ചെന്നിട്ട് നമസ്കരിക്കാൻ നിൽക്കും. പരിശുദ്ധ പ്രവാചകൻ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, ഒന്ന് തിരിഞ്ഞ് ഒരു നോട്ടം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട്. പക്ഷേ പരിശുദ്ധ പ്രവാചകൻ ആ ഭാഗത്തേക്ക് നോക്കുക പോലും ചെയ്തിരുന്നില്ല. കാബ ആകെ തകർന്നുപോയി. പരിശുദ്ധ പ്രവാചകൻ കാബിനെ ഒന്ന് നോക്കിയിട്ട് ഒരുപാട് ദിവസങ്ങളായി. തൻ്റെ സുഹൃത്തുക്കൾ ഒന്ന് മിണ്ടിയിട്ട് ഒരുപാട് ദിവസങ്ങളായി. കാബ ആകെ ഒറ്റപ്പെട്ട പോലെയായി. ഒരാളും ഒരു നിലക്കും കാബുമായിട്ട് പ്രതികരിക്കുന്നില്ല. നാട്ടിലുമില്ല, വീട്ടിലും ആരും പ്രതികരിക്കണില്ല. ഏതാണ്ട് 40 ദിവസത്തോളം ഇതേ അവസ്ഥ തുടർന്നു. ആരും ഒരു അനക്കവും ഇല്ല. 40ാമത്തെ ദിവസം പരിശുദ്ധ പ്രവാചകൻ്റെ ഒരു ദൂതൻ കാബിൻ്റെ വീട്ടിലേക്ക് വന്നു. പറഞ്ഞു, പരിശുദ്ധ പ്രവാചകൻ്റെ ഹുക്കുമാണ്, അതായത് കാബ് ബിൻ മാലിക് സ്വന്തം ഭാര്യയുമായിട്ടുള്ള എല്ലാ സമ്പർക്കവും ഇന്നു മുതൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. കാബ് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അവളെ ഒഴിവാക്കണോ? ഞാൻ അവളെ തൊലാക്ക് ചെല്ലണോ? അവളെ മൊഴി ചൊല്ലണോ? അവളെ ഒഴിവാക്കണോ എന്ന് ചോദിച്ചു. ദൂതൻ പറഞ്ഞു, അല്ല, അവളുമായിട്ട് ഒരു നിലക്കുള്ള ഇടപാടുകളും പാടില്ല. ഒരു ഭാര്യ എന്നുള്ള നിലക്ക് അവളോടുള്ള ഒരു സമ്പർക്കവും ഇന്നു മുതൽ പാടില്ല എന്ന് പറഞ്ഞു. കാബ് ബിൻ മാലിക് അങ്ങനെ ഭാര്യയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ആകെ ഒറ്റപ്പെട്ട പോലെയായി. നാട്ടിലും വീട്ടിലും ഒരാളും ഒരു നിലക്കും കാബ് ബിൻ കാബിനോട് പ്രതികരിക്കുന്നില്ല. ഒരു നിലക്കും ഒന്നിലും സഹകരിക്കുന്നില്ല, കച്ചവടത്തിലും ഏർപ്പെടുന്നില്ല. അങ്ങനെ കാബ് പൂർണ്ണമായും ഒറ്റപ്പെട്ട പോലെയായി, ആകെ തകർന്നുപോയി. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. 49ാമത്തെ ദിവസം കാബിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, വളരെ അടുത്ത സുഹൃത്ത് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു, കാബ് ഇബ്നു മാലിക് നേരെ അബൂ ഖത്താദയുടെ വീട്ടിലേക്ക് പോയി. ഇവർ ഒരുമിച്ച് വളർന്നതാണ്. ഇവർ അടുത്ത സുഹൃത്താണ്, ബന്ധുക്കളാണ്. ഒരുമിച്ചാണ് ദീൻ സ്വീകരിക്കുന്നത്, ഒരുമിച്ചാണ് ദീൻ പഠിക്കുന്നത്, ഒരുപാട് യുദ്ധങ്ങളിൽ ഒരുമിച്ച് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അബൂ ഖത്താദയുടെ അടുത്തേക്ക് പോയി. കാബ് ഇബ്നു മാലിക് പറഞ്ഞു, നീ എന്നെ വർഷങ്ങളായിട്ട് അറിയുന്നതാണ്. അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ഞാൻ എത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിച്ചു. അബൂ ഖത്താദ പ്രതികരിച്ചില്ല, പുറംതിരിഞ്ഞു നിന്നു. കാബ് ഇബ്നു മാലിക് വീണ്ടും അബൂ ഖത്താദയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, നിനക്കറിഞ്ഞുകൂടെ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ഞാൻ എത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് നിനക്കറിഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിച്ചു. അബൂ ഖത്താദ വീണ്ടും പുറംതിരിഞ്ഞു, മാറി നടന്നു. കാബ് ഇബ്നു മാലിക്കിന് ദേഷ്യം വരാൻ തുടങ്ങി, സങ്കടം വരാൻ തുടങ്ങി. കാബ് ഇബ്നു മാലിക് വീണ്ടും അബൂ ഖത്താദയുടെ മുന്നിൽ പോയിട്ട് തോള് ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ഞാൻ എത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് നിനക്കറിഞ്ഞൂടെ എന്ന് ചോദിച്ചു. 3ാമത്തെ തവണയും ചോദിച്ചപ്പോൾ അബൂ ഖത്താദ പ്രതികരിച്ചു, പറഞ്ഞു, അത് ഏറ്റവും അറിയാവുന്നത് അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അബൂ ഖത്താദ അവിടുന്ന് തിരിഞ്ഞ് നടന്ന് പോയി. കാബ് പൊട്ടി കരയാൻ തുടങ്ങി. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് പോലും തൻ്റെ വിശ്വാസത്തിൽ ഇപ്പോൾ സംശയമുണ്ട്. അവൻ പോലും എന്നെ അകറ്റിയിരിക്കുന്നു, അവൻ പോലും എന്നെ അവിശ്വസിച്ചിരിക്കുന്നു. കാബ് അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചുപോയി. പിറ്റേ ദിവസം നമസ്കരിക്കാൻ വേണ്ടി കാബ് പള്ളിയിലേക്ക് പോയില്ല.
തൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ നിന്ന് നമസ്കരിച്ചു. കാരണം പള്ളിയിലേക്ക് പോയിട്ടും കാര്യമൊന്നുമില്ല, ആരും അവിടെ കാബിനെ തിരിച്ചറിയുന്നില്ല, ഒരാൾ പോലും പ്രതികരിക്കുന്നില്ല, ഒരു നിലക്കും ഒരു ബന്ധവും പുലർത്തുന്നില്ല, ഒന്ന് തിരിഞ്ഞ് നോക്കുന്നു പോലുമില്ല. കാബ് തൻ്റെ സ്വന്തം വീട്ടിൽ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ പുറകിൽ നിന്ന് കുറച്ച് ദൂരെ നിന്നായിട്ടൊരു ശബ്ദം ഇങ്ങനെ കേട്ടു, യാ കാബ് അബ്ശിറൂ എന്ന് പറഞ്ഞിട്ട്. കാബ് തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂരെ നിന്ന് സ്വഹാബാക്കൾ കാബിൻ്റെ പേര് വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി വരുന്നുണ്ട്, കൂട്ടത്തോടെ ഓടി വരുന്നുണ്ട്. 19 ദിവസമായിട്ട് കാബിൻ്റെ പേരാരും വിളിക്കുന്നത് കേട്ടിട്ടില്ല. കാബ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ സഹാബാക്കൾ കൂട്ടത്തോടെ കാബിൻ്റെ പേരും വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. കാബ് കരഞ്ഞുകൊണ്ട് നേരെ സുജൂദിലേക്ക് വീണു, സന്തോഷത്തോടുകൂടി നേരെ സുജൂദിലേക്ക് വീണു. ആദ്യം ഓടി വന്ന ആ ഒരു കുതിരക്കാരൻ കാബിനോട് ആ ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. കാബിനോട് അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു. കാബിന് സന്തോഷമടക്കാൻ വയ്യ. കാബ് വിചാരിച്ചു, ഈ വാർത്ത കൊണ്ടുവന്ന ആൾക്ക് ഞാനിപ്പോൾ എന്താ കൊടുക്കുക, എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. കാരണം ദിവസങ്ങളോളായിട്ട് ഒരു നിലക്കും ഒരാളും കാബിനോട് കച്ചവടം ഒന്നും ചെയ്തിട്ടില്ല, കാബിൻ്റെ കയ്യിലൊന്നുമില്ല. കാബ് എന്ത് ചെയ്തു, താൻ അണിഞ്ഞിരുന്ന ആ ഒരു മേലുടുപ്പ് അത് ഊരിയെടുത്തിട്ട് ഈ ആളെ അണിയിച്ചു, അയാൾക്ക് കൊടുത്തു. സഹാബാക്കൾ കൂട്ടത്തോടെ ഓടി വന്നു. അങ്ങനെ അവർ പറഞ്ഞു, പ്രവാചകൻ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, വിളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. കാബ് നോക്കിയപ്പോൾ തൻ്റെ മേലുടുപ്പ് പോയി. ഈ ഉടുപ്പില്ലാണ് ഇപ്പം എങ്ങനെയാണ് ഇനി പ്രവാചകൻ്റെ അടുത്തേക്ക് ചെല്ലുക? കാബ് നേരെ അടുത്തുള്ളൊരു വീട്ടിൽ പോയി തട്ടി അവരോടൊരു ഉടുപ്പ് കടം വാങ്ങിയിട്ട് അതും ഇട്ടുകൊണ്ട് അങ്ങനെ പ്രവാചകൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. കാബ് ദൂരെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ പരിശുദ്ധ പ്രവാചകൻ കാബിനെ ഇങ്ങനെ ഉറ്റു നോക്കുന്നുണ്ടായിരുന്നു പുഞ്ചിരിച്ചുകൊണ്ട്. ആ പഴയ പുഞ്ചിരി, പരിശുദ്ധ പ്രവാചകൻ്റെ മുഖം വല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു, പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. കാബിന് സന്തോഷം അടക്കാൻ വയ്യാതെയായി. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, യാ കാബ്, അള്ളാഹു നിനക്ക് പുറത്തു തന്നതായി സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കാബിന് സന്തോഷം അടക്കാൻ വയ്യാതെയായി. കാബ് വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, നീ സ്വയം നിയന്ത്രിക്കുക, നീ എല്ലാ സ്വത്തുക്കളും എടുത്ത് ദാനം ചെയ്താൽ നീ ദാരിദ്ര്യത്തിലേക്ക് പോകും, നീ വിഷമത്തിലായി പോകും, അതുകൊണ്ട് ആലോചിച്ചിട്ട് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ കാബ് പറഞ്ഞു, എങ്കിൽ ഖൈബറിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല, ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ കളവ് പറയില്ല എന്നവിടെ വെച്ച് കാബ് ബിൻ മാലിക് സത്യം ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് കാബ് ബിൻ മാലിക്കിനെ പോലെ തന്നെ ഈ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന 2 സ്വഹാബിമാർ വേറെയും ഉണ്ട്. അതൊന്ന് ഹിലാൽ ഇബ്നു ഉമയ്യ, മുറാറ ഇബ്നു റബിയ. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ഒരു സൂചന സൂറത്തു തൗബയുടെ 117 മുതൽ 119 വരെയുള്ള ആയത്തുകളിൽ ഉണ്ട്. ഈ ഒരു സംഭവം കാബ് ബിൻ മാലിക് വിവരിക്കുമ്പോൾ കാബിന് ഏതാണ്ട് 85 അതിൽ കൂടുതലോ വയസ്സ് പ്രായം ഉണ്ട്. കാബ് പറയുന്നത് ആ ഒരു സംഭവത്തിന് ശേഷം ഒരിക്കൽ പോലും കളവ് പറയേണ്ട ഒരു പൂതി, ഒരു ആഗ്രഹം കാബിന് ഉണ്ടായിട്ടില്ല എന്നാണ്. വീണ്ടും കാണാം.